നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനി പുറത്തേക്ക് എന്നുള്ളതാണ്. കോടതി പരിധി വിട്ട് പുറത്തു പോകരുതെന്നും സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നും കർശന ജാമ്യ വ്യവസ്ഥ. ഒരു സിമ്മിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ലെന്നും സിമ്മിന്റെ വിവരങ്ങൾ കോടതിയിൽ നൽകണമെന്നും വിചാരണ കോടതി. റിയ ബേബി കോടതിക്ക് മുന്നിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റിയ, പൾസർ സുനി പുറത്തേക്ക് ഇറങ്ങുകയാണ്. കോടതി മുന്നിലേക്ക് വെച്ചിട്ടുള്ള വ്യവസ്ഥകൾ എന്തൊക്കെ? ഈ കേസിൽ സുനിൽകുമാർ എന്ന പൾസർ സുനിക്ക് കർശന ജാമ്യ വ്യവസ്ഥകൾ ഏർപ്പെടുത്തണമെന്നതായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. അതിൽ വിചാരണ കോടതി വ്യക്തമാക്കുന്ന ജാമ്യ വ്യവസ്ഥകൾ ഇവയൊക്കെയാണ്. ഒന്ന്, കോടതി പരിധി വിട്ട് പുറത്തു പോകാൻ പാടില്ല. പ്രതികളെയോ സാക്ഷികളെയോ കേസിൽ പൾസർ സുനിക്ക് സ്വാധീനിക്കരുത് എന്നതും കോടതി വ്യക്തമാക്കുന്നുണ്ട്. ഈ കേസിലെ പ്രതികളുമായി യാതൊരു കാരണവശാലും ബന്ധപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. ഒരു സിം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ആ ഉപയോഗിക്കുന്ന സിമ്മിന്റെ കൃത്യമായ വിവരങ്ങൾ അത് കോടതിയിൽ നൽകണം. അതോടൊപ്പം തന്നെ ഈ കോടതി പരിധി വിട്ട് പുറത്തു പോകാൻ പാടില്ല എന്ന കൃത്യമായ നിർദ്ദേശവും പൾസർ സുനിക്ക് നൽകുന്നുണ്ട്. 2 ആൾ ജാമ്യവും 1 ലക്ഷം രൂപയും കെട്ടിവെക്കണമെന്നതാണ് ഈ ജാമ്യവുമായി ബന്ധപ്പെട്ട് കോടതി വ്യക്തമാക്കിയത്. ഈ 2 ആൾ ജാമ്യവും 1 ലക്ഷം രൂപയും കെട്ടിവെച്ചാൽ 7.5 വർഷത്തിനു ശേഷം നടി ആക്രമിച്ച കേസിലെ 1ാം പ്രതിയായ സുനിൽകുമാർ എന്ന പൾസർ സുനിക്ക് പുറത്തേക്ക് പോകാൻ കഴിയും. മറ്റു 2 കേസുകൾ കൂടി പൾസർ സുനിയുടെ പേരിലുണ്ട്. അത് ജാമ്യം ലഭിക്കാവുന്ന കേസുകളാണ്. അതുകൊണ്ട് തന്നെ അതിൽ വലിയ കടമ്പകൾ കടക്കേണ്ടില്ല എന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരായി രേഖകൾ നൽകിയാൽ മാത്രം മതിയാകും. ആ കേസിൽ ജാമ്യം ലഭിക്കും. അതുകൊണ്ട് തന്നെ നടി ആക്രമിച്ച കേസിലെ 1ാം പ്രതിയായ പൾസർ സുനി പുറത്തേക്ക് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇതിൽ കോടതി പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ പൾസർ സുനി അത് പാലിക്കേണ്ടിയിരിക്കുന്നു. അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്ന കൃത്യമായ നിർദ്ദേശം കൂടി പൾസർ സുനിക്ക് കോടതി നൽകുന്നുണ്ട്. നേരത്തെ പൾസർ സുനി പുറത്തേക്കെന്ന് പറഞ്ഞപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ ഉണ്ടാകുമോ എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ ജാമ്യ വ്യവസ്ഥ അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അത്തരമൊരു കാര്യം ഉണ്ടാകില്ല, വെളിപ്പെടുത്തലുകൾ ഉണ്ടാകില്ല. പൾസർ സുനി മാധ്യമങ്ങളുമായി സംസാരിക്കരുതെന്ന കർശന നിർദ്ദേശം കൂടി വിചാരണ കോടതി ഈ ഘട്ടത്തിൽ നൽകുന്നുണ്ട്.